ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. മൊറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനത്തിനും സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഇന്ത്യയും മൊറീഷ്യസും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയുടെ 72ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ആഗോള വ്യാപാര സംഘർഷങ്ങൾക്കിടയിലും സാമ്പത്തിക വളർച്ചയിൽ ഏഷ്യയിൽ ഏറ്റവും മികച്ച സ്ഥാനത്ത് ഇന്ത്യയെന്ന് മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. വയനാട് ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 27-ന് നിർവഹിക്കും. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ശിവഗിരിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ സ്മരണയ്ക്ക് ഇന്ന് 100 വയസ്സ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സായുധ തീവ്രവാദികൾ ട്രെയിൻ റാഞ്ചി. 100ഓളം യാത്രക്കാരെ സുരക്ഷാസേന രക്ഷപ്പെടുത്തിയതായി റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൊറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രഖ്യാപിച്ച് മൊറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലം. ഇതോടെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ, കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബഹുമതികൾ ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശ്രീ മോദി. आपके निर्णय को विनम्रता से स्वीकार करता हूं. ये भारत और मॉरिशस के ऐतिहासिक रिश्तों का सम्मान है. ये उन भारतीयों का सम्मान है जिन्होंने पीढ़ी दर पीढ़ी इस धरती की खूब सेवा की. आज मॉरिशस को इस ऊंचाई पर लेकर आए हैं. 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഇന്ന് മൊറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇന്നലെ മൊറീഷ്യസ് പ്രധാനമന്ത്രിയുമായി നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, സുരക്ഷ, സാമ്പത്തികം, സാംസ്കാരിക വിനിമയങ്ങൾ എന്നിവ ചർച്ചയായി. ഇന്ത്യ മൊറീഷ്യസ് ബന്ധത്തിന് പരിധികളില്ലെന്നും വികസനത്തിനും സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഇന്ത്യയും മൊറീഷ്യസും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പോർട്ട് ലൂയിസിൽ മൊറീഷ്യസിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്തു. മൊറീഷ്യസിലുള്ള ഇന്ത്യൻ വംശജരുടെ 7ാം തലമുറയിലുള്ളവർക്ക് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മൊറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാങ്കൂലത്തിനും ഭാര്യ വീണ രാങ്കൂലത്തിനും OCI കാർഡുകൾ നൽകുന്നതായും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയുടെ 72ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. പഞ്ചാബ് സർക്കാർ മൊഹാലിയിൽ സംഘടിപ്പിച്ച പൌരസ്വീകരണത്തിൽ രാഷ്ട്രപതി ഇന്നലെ പങ്കെടുത്തു. ഹരിത വിപ്ലവം വിജയകരമാക്കി രാജ്യത്തിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയവരാണ് പഞ്ചാബിലെ കർഷകരെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ 2025 ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇമിഗ്രേഷൻ നിയമങ്ങൾ നവീകരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ബില്ലിൽ പാസ്പോർട്ടുകൾ, യാത്രാരേഖകൾ, വിസ, രജിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ചില അധികാരങ്ങൾ നൽകുന്നതിനുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുന്നു. നിലവിലെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് നിയമനിർമ്മാണം നടത്തുന്നതെന്ന് ബിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറഞ്ഞു. അടുത്ത 3 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ തുറക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജന നടപ്പാക്കുന്നതോടെ സ്ക്രീനിംഗ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ക്യാൻസർ രോഗികൾക്ക് ചികിത്സ ആരംഭിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ രാജ്യസഭയിൽ പറഞ്ഞു. ആശാപ്രവർത്തകർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. PM ശ്രീ സ്കൂളുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് DMK പാർലമെന്റിൽ നുണപ്രചാരണം നടത്തുകയാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. തമിഴ്നാട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള സമ്മതപത്രവും ശ്രീ പ്രധാൻ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ DMKയുടെ നിലപാട് മാറ്റിയതായി ആരോപിച്ച കേന്ദ്രമന്ത്രി തമിഴ്നാട്ടിലെ കുട്ടികളുടെ ഭാവിക്ക് മുൻഗണന നൽകണമെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിനോട് ആവശ്യപ്പെട്ടു. വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന സിംഫണി ഓഫ് ഇന്ത്യ ചലഞ്ചിനായി രജിസ്റ്റർ ചെയ്ത 212 സംഗീതജ്ഞരിൽ നിന്ന് 80 ക്ലാസിക്കൽ, നാടോടി സംഗീതജ്ഞരെ തെരഞ്ഞെടുത്തു. വൈവിധ്യമാർന്ന സംഗീത ലോകം പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും സംഗീത പ്രേമികളുടെ അഭിരുചികൾ പങ്കുവയ്ക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. മെയ് 1 മുതൽ 4 വരെയാണ് വേവ്സ് ഉച്ചകോടിയുടെ ആദ്യ പതിപ്പ് നടക്കുക.
ആഗോള വ്യാപാര സംഘർഷങ്ങൾക്കിടയിലും ഏഷ്യയിൽ മികച്ച സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. ശക്തമായ സേവന കയറ്റുമതി, ചരക്ക് കയറ്റുമതിയിലുള്ള കുറഞ്ഞ ആശ്രയത്വം, സർക്കാർ നയങ്ങൾ എന്നിവയാണ് മേഖലയിലെ മറ്റ് സമ്പദ് വ്യവസ്ഥകളെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സേവന കയറ്റുമതി കൂടുതൽ സ്ഥിരതയുള്ള വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഇന്നലെ സായുധ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി 500ഓളം യാത്രക്കാരുമായി പോയ ട്രെയിൻ റാഞ്ചി. പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസാണ് റാഞ്ചിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 214 പേരെ ബന്ദികളാക്കിയിരുന്നു. ഏറ്റുമുട്ടലിൽ 30-ലധികം സൈനികർ കൊല്ലപ്പെട്ടതായി BLA അവകാശപ്പെട്ടു. അതേസമയം പാകിസ്ഥാൻ സുരക്ഷാസേന 13 തീവ്രവാദികളെ വധിച്ച് 100ഓളം യാത്രക്കാരെ രക്ഷപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ശിവഗിരിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ സ്മരണയ്ക്ക് ഇന്ന് 100 വയസ്സ്. 1925 മാർച്ച് 12-നാണ് മഹാത്മാഗാന്ധി ശിവഗിരി സന്ദർശിച്ച് ശ്രീനാരായണ ഗുരുവുമായി സംഭാഷണം നടത്തിയത്. അയിത്തോച്ചാടനം, സഞ്ചാര സ്വാതന്ത്ര്യം, ക്ഷേത്രപ്രവേശനം തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. കൂടിക്കാഴ്ച നടന്ന വനജാക്ഷി മന്ദിരത്തിൽ നിന്ന് ശിവഗിരിയിലേക്ക് ഏകലോക സങ്കല്പ സന്ദേശ യാത്ര നടത്തും. ശതാബ്ദി സമ്മേളനം മഹാത്മാഗാന്ധിയുടെ പ്രപൌത്രൻ തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. ഇന്ന് ഉച്ച മുതൽ പൊങ്കാല ദിവസമായ നാളെ രാത്രി 8 മണിവരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഭക്തർക്കായി KSRTCയും റെയിൽവേയും പ്രത്യേക സർവീസ് നടത്തും. പൊങ്കാലയുടെ ഒരുക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി. പൊങ്കാലയിടാൻ വരുന്നവർക്കും പ്രദേശവാസികൾക്കും ബുദ്ധിമുട്ടുകളില്ലാതെ മാതൃകാപരമായ സൌകര്യങ്ങളൊരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകം തൊഴൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണിവരെയാണ് മകം തൊഴൽ. സുരക്ഷയ്ക്കായി 1000ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ക്ഷേത്ര പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. 80ഓളം നിരീക്ഷണ ക്യാമറകളും സജ്ജമാക്കിയിട്ടുണ്ട്. വയനാട് പുനരധിവാസം സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നലെ പ്രതിപക്ഷ വാക്കൌട്ട്. പുനരധിവാസത്തിൽ സർക്കാർ ആദ്യം കാണിച്ച ആവേശം ഇപ്പോഴില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മറുപടി നൽകി. ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഈ മാസം 27-ന് നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിന് ഈ മാസം 27-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. ഇന്നലെ 8 പേർ കൂടി ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് വീടിനായി സമ്മതപത്രം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ടൌൺഷിപ്പിൽ 10 സെന്റ് സ്ഥലവും സാമ്പത്തിക സഹായമായി 40 ലക്ഷം രൂപ അനുവദിക്കണമെന്ന ആവശ്യവും ദുരന്തബാധിതർ ജില്ലാ കളക്ടറെ അറിയിച്ചു. കൽപ്പറ്റ ഇലക്ഷൻ എസ്റ്റേറ്റിൽ കണ്ടെത്തിയ 64 ഹെക്ടർ സ്ഥലത്ത് നിർമ്മിക്കുന്ന 1000 ചതുരശ്ര അടിയുള്ള വീടോ അല്ലാത്തവർക്ക് 15 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണോ എന്ന് സംബന്ധിച്ച സമ്മതപത്രം സ്വീകരിക്കാനാണ് 2 ദിവസങ്ങളിലായി ദുരന്തബാധിതരുമായി ജില്ലാ കളക്ടർ കൂടിക്കാഴ്ച നടത്തിയത്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ടൌൺഷിപ്പാണോ സാമ്പത്തിക സഹായമാണോ വേണ്ടതെന്ന് സംബന്ധിച്ച് മാർച്ച് 24 വരെ സമ്മതപത്രം നൽകുകയും ചെയ്യാം. അതേസമയം ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുൻപിൽ നിന്ന് പ്രതിഷേധ സമരവും നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ന്യൂഡൽഹി കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിൽ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. ഗവർണറുടെ പിന്തുണയിൽ മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക പാരാ ഗ്രാൻഡ് പ്രീ അത്ലറ്റിക്സിന്റെ ഉദ്ഘാടന ദിനമായ ഇന്നലെ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ വിഭാഗം ഡിസ്കസ് ത്രോ F11 ഇനത്തിൽ 34.84 മീറ്റർ എറിഞ്ഞ് സാഗർ സ്വർണ്ണ മെഡൽ നേടി. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2025ന്റെ 2ാം ഘട്ടത്തിന് ഇന്ന് സമാപനം. സമാപന ചടങ്ങിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മൊറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
വികസനത്തിനും സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഇന്ത്യയും മൊറീഷ്യസും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയുടെ 72ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ആഗോള വ്യാപാര സംഘർഷങ്ങൾക്കിടയിലും സാമ്പത്തിക വളർച്ചയിൽ ഏഷ്യയിലെ ഏറ്റവും മികച്ച സ്ഥാനത്ത് ഇന്ത്യയെന്ന് മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. വയനാട് ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 27-ന് നിർവഹിക്കും. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ശിവഗിരിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ സ്മരണയ്ക്ക് ഇന്ന് 100 വയസ്സ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സായുധ തീവ്രവാദികൾ ട്രെയിൻ റാഞ്ചി 100ഓളം യാത്രക്കാരെ സുരക്ഷാസേന രക്ഷപ്പെടുത്തിയതായി റിപ്പോർട്ട്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.